ഇറക്കി വിടില്ല എന്നുള്ള വേഗമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് സംസ്ഥാനത്തെ CPM നേതൃത്വം പ്രഖ്യാപിക്കുന്നു. ഇറക്കി വിടാതിരുന്നാൽ മാത്രം പോരാമെന്നേ, മറ്റ് ആളുകൾക്ക് അവരുടെ ഭൂമി എങ്ങനെ ഉപയോഗിക്കാവോ അതേ രീതിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ക്രയവിക്രയം നടത്താനുള്ള അവകാശം കൂടി പുനഃസ്ഥാപിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് കേരളത്തിലെ LDF എന്ന് പറഞ്ഞ മുന്നണിയും പിണറായി വിജയന്റെ സർക്കാരും VS അച്യുതാനന്ദന്റെ സർക്കാരുമാണ്. അതുകൊണ്ട് പ്രഥമ ഉത്തരവാദിത്തം CPM എന്ന് പറഞ്ഞ പാർട്ടിക്കാണ്. അവർ ഇതിൽ ഇടപെടണം. പകരം അവരെന്താ ഒരു കമ്മീഷനെ വെച്ചു, മറ്റൊരു കമ്മീഷനെ വെക്കുന്നു. ഈ കമ്മീഷൻ എന്താ നടത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നു, അങ്ങനെ കാര്യങ്ങളായിട്ട് പോകുന്നു. ഇപ്പൊ ഹൈക്കോടതി പറയുന്നു ഈ കമ്മീഷൻ അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതി ഉന്നയിക്കുന്നു. ഇതൊക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്ത് ഇത് കണ്ടതാണ്. ഓൺലൈനായിട്ട് ഒരു യോഗം പ്രഖ്യാപിക്കുന്നു. പാലക്കാട് ഇലക്ഷൻ ഒരാഴ്ച മാറ്റുമ്പോൾ ആ ഓൺലൈനായിട്ടുള്ള യോഗം ഒരാഴ്ച വീണ്ടും മുന്നോട്ടാക്കി വെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം സെറ്റിൽ ചെയ്യപ്പെടേണ്ട, ആ വിഷയത്തിൽ ഒരു പരിഹാരം വേണ്ട. അതിന് സമാനമായിട്ടല്ലേ ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വം എന്താണ് പറയുന്നത്? സർക്കാരിന് കുറഞ്ഞ പക്ഷേ റവന്യൂ വകുപ്പിന് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഒരു ഓർഡറിലൂടെ എന്നാണോ? അല്ല, ഞാൻ പറയുന്നത് സർക്കാരിനെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതിയുടെ മുമ്പിൽ വഖഫ് ഡീഡുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിനു മുമ്പത്തെ നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ, വഖഫ് ബോർഡിന്റെ സ്റ്റാൻഡ്, ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട നിയമം വെച്ചിട്ടേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ഈ മനുഷ്യർക്ക് നീതി ഉറപ്പ് കൊടുക്കേണ്ടത്, അത് കൊടുത്തു എന്ന് അവരെ വിശ്വസിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം ഭൂമി തർക്കങ്ങളിൽ എന്ത് നിലപാട് സംസ്ഥാന സർക്കാർ സാധാരണഗതിയിൽ എടുക്കുക? അതേ നിലപാടിൽ തന്നെ ഈ ആളുകൾക്ക് ആ ഭൂമിയിലുള്ള പൂർണ്ണ അവകാശം ഉറപ്പ് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവർ അതിലിടപെടണം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, അവിടെ തൽപര കക്ഷികളായിട്ടുള്ള ചില ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ വിഷയത്തെ പിടിക്കുന്നത്. നമ്മൾ 2022 ഇവരുടെ ആ ഭൂമിയിലുള്ള ക്രയവിക്രയ സ്വാതന്ത്ര്യം അവിടെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അവർക്ക് കരമടയ്ക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട്. പല ഘട്ടത്തിൽ അവർ പല രീതിയിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും കടന്നു വരാത്ത BJP-കാർ, സംഘപരിവാറുകാർ, കാസയെ പോലുള്ള തീവ്ര പക്ഷക്കാരൊക്കെ അവിടെ വന്ന് നുഴഞ്ഞു കയറി അത് അത്രത്തോളം വഷളാക്കി കേരളത്തിലെ രണ്ട് സമുദായങ്ങൾക്കെതിരെ ഇടയിൽ ഇത്രത്തോളം തീ പകരുന്ന രീതിയിലേക്ക് മാറ്റിയത് ആരാ? അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. പ്രതിപക്ഷ നിലയ്ക്ക് UDF-ഉം കോൺഗ്രസും 100% ഇതിന് പരിഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കും. പക്ഷേ സർക്കാർ ഇങ്ങനെ മെല്ലപ്പോക്ക് നടത്തിയാൽ പോരാ. കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള സ്റ്റാൻഡ് എടുത്താൽ പോരാ. കമ്മീഷന്റെ കണ്ടെത്തൽ നടക്കട്ടെ എന്ന് സ്റ്റാൻഡ് എടുത്താൽ പോരാ. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് പറയണം. ഈ ആളുകളെ വീണ്ടും BJP-യുടെ കയ്യിലേക്ക് ചട്ടുകമായിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ, ഔദ്യോഗിക സംഘടനകൾ മുനമ്പത്തെ ഭൂമി വഖഫാണ്, പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ അത് പിടിച്ചെടുക്കണമെന്ന് സമരം ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രണ്ട് സമുദായങ്ങൾക്കിടയിൽ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഐക്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് അവിടെ നനവുള്ള മണ്ണ് ആയി കൊടുക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അവരതിൽ ഇടപെടണം. നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ തെറ്റായിരുന്നു എന്ന്, അത് വേണ്ടത്ര പഠനം നടത്താതെയായിരുന്നു എന്ന് ഇടത് പ്രതിനിധിയായിട്ട് ബൽദേവ് സച്ചിദാനന്ദൻ ഇവിടെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് അഭിപ്രായമായിട്ട് ഞാൻ കാണുന്നില്ല. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ LDF-ന്റെ നയമായിട്ട് അത് അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അന്ന് തെറ്റായ കണ്ടെത്തൽ നടത്തി ഈ പ്രശ്നത്തിലേക്ക് കാരണഭൂതനായിട്ടുള്ള നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ തിരുത്തിക്കൊണ്ട് അവിടുത്തെ മനുഷ്യരുടെ അവകാശം പുനഃസ്ഥാപിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി.